ഹലോ ഫ്രണ്ട്സ്, സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കില്ല എല്ലാ സൺഡേ അവർക്ക് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ എന്ന്. ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇറങ്ങിയതാണ്. എൻ്റെ വക ഒരു ചെറിയ പനി, ഇച്ചയുടെ വക ഒരു ചെറിയ കാലുപൊട്ടലും ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ വന്നത്. അങ്ങനെ നമ്മൾ അലോപ്പതിയൊക്കെ വിട്ട് നേരെ ആയുർവേദത്തിൽ പിടിച്ചു കേട്ടോ. നമ്മൾ പോയത് ചീമേനിയിലാണ്. ഇതവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മളിവിടെ മിക്കപ്പോഴും വരുന്ന. പിന്നെ ഞായറാഴ്ചയല്ലേ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണമല്ലോ. അങ്ങനെ നമുക്ക് രണ്ട് ഞണ്ടിനെ മേടിക്കാന്ന് ഇച്ച പറഞ്ഞു. എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ മീൻ വെക്കായിരുന്ന അമ്മച്ചി വിൽപ്പന മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി റെസിപ്പിയും പറഞ്ഞു തന്നു. എങ്കിൽ പിന്നെ ഒരു പിടി പിടിച്ചേക്കാന്ന് ഞാനും അങ്ങ് ഓർത്തു. എനിക്കറിയാവുന്ന പോലെയും അവർ പറഞ്ഞു തന്ന പോലെയൊക്കെ ഞാൻ അങ്ങ് ചെയ്തു കേട്ടോ. പണ്ടേ അങ്ങനെ വെക്കാനൊന്നും അറിയത്തില്ലേലും എവിടുന്നേലും ഒക്കെ കിട്ടുന്നതും ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരുന്നതൊക്കെ കേട്ട് ഞാനങ്ങ് വെക്കും. അതുകൊണ്ട് പല പല സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലെങ്കിലും ഞാൻ അടിപൊളി കുക്കാ കേട്ടോ. പിന്നെ നമ്മുടെ ഹെൽപ്പർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ കറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ഉറപ്പാ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഞണ്ട് കറി വെക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇങ്ങനൊക്കെ പരീക്ഷിച്ചല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയായി തീരുമെന്ന്. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ അത് നന്നാവുന്ന എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യാൻ കുക്കിങ്ങിനോട് ചെറിയൊരു താല്പര്യമൊക്കെ വേണം, അല്ലെങ്കിൽ പിന്നെ ഒട്ടും ഒക്കത്തുമില്ല. ഏറ്റവും ഒടുവിലെല്ലാം സെറ്റാക്കിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സന്തോഷം കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത്. എനിക്കങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ സ്നേഹത്തോടെ വെച്ച് കൊടുക്കുന്ന സാധനങ്ങൾ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പല സന്തോഷം വേറൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൈയെല്ലാം എവിടെയോ കൊണ്ട് തട്ടി മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ട് കിളിമീൻ വറക്കാനും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ച വന്ന് വഴക്കുണ്ടാക്കുന്നത് നീ കാണുന്നത്, ഞാൻ വെച്ച കറിയാന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഓ, ഹെൽപ്പ് ചെയ്തതിന് ഇത്രയൊക്കെ വേണോ? അങ്ങനെ നല്ല ചോറും ഞണ്ട് കറിയും മീൻ വറുത്തതും ഒക്കെ കൂട്ടി നമ്മൾ ഇന്നത്തെ ഉച്ചയൂണ് സൂപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയ ഞണ്ട് നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ മീറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് നേരെ കണ്ണൂർ പോകാൻ നിന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ വീടിന്റെ മുറ്റത്തിന്റെ അവിടെ രണ്ട് കുരങ്ങുകളെ കണ്ടത് കേട്ടോ. നമ്മുടെ വണ്ടി കണ്ണൂരുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ട്രെയിനാ പോയത്. പിന്നെ അതിലെ കുറച്ചു നേരം കറങ്ങി നടന്നു കേട്ടോ. കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണോ? അങ്ങനൊന്നും അല്ല കേട്ടോ. നമുക്ക് ഡ്രസ്സ്, ചെരുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടൂടാ. എവിടൊക്കെ ഓഫർ ഉണ്ടെന്ന് നോക്കിയുള്ള നടപ്പാ കേട്ടോ ഇത്. അങ്ങനെ ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിക്ക് രണ്ട് ചെരുപ്പ് മേടിക്കാൻ ഓർത്തു. അവിടെ ചെന്നിട്ട് അതൊന്നും ഇഷ്ടപ്പെടാത്തോണ്ട് നേരെ ട്രെൻഡ്സിലോട്ട് വന്നു. ട്രെൻഡ്സിൽ നല്ല അടിപൊളി ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ആകെ കൺഫ്യൂഷനിലായിരുന്നു ഏതെടുക്കണമെന്നുള്ളത്. പിന്നെ ടോപ്പൊന്നും ഞാൻ എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. അതൊക്കെ എനിക്ക് പിന്നീട് മതി. പിന്നെ ഞാൻ കുറച്ച് ബനിയനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ കൂടെയുള്ള ആളും അത്ര മോശമൊന്നുമല്ല. അത് വേണോ ഇത് വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയാനും തോന്നുന്നില്ല. എങ്കിലും ഞാൻ അതൊന്നും നോക്കിയില്ല കേട്ടോ. എനിക്ക് ആവശ്യമുള്ള 3 ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ നേരെ ഇറങ്ങി. അങ്ങനെ ഞായറാഴ്ചത്തെ കറക്കമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മനീഷേട്ടൻ വണ്ടിയായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെടുത്തോണ്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ, ബൈ.